they conducted the interview entirely to provoke me, why you made this film. ഈ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ജോലിക്ക് പോയി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണോ അവര് സെക്ഷുവലി ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കഥ എഴുതുക, ആ കഥയിൽ കഥാപാത്രങ്ങൾ എന്ത് സംസാരിക്കും, സത്യസന്ധമായിട്ട് അവർ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ട്രൈ ടു ബി ട്രൂത്ത്ഫുൾ ഇൻ യുവർ ആർട്ട്. റിയൽ ലൈഫിൽ നമ്മൾ നുണ പറയുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അറ്റ്ലീസ്റ്റ് എത്രത്തോളം സത്യസന്ധത കാണിക്കാൻ പറ്റുമോ കാണിക്കുക എന്നുള്ളതാണ്. എനിക്കിപ്പോ ഒരു ആക്ടർ എങ്ങനെ വരണം, പോകണം, എന്ത് അഭിനയിക്കണം എന്ന് ഞാൻ ആദ്യം കൂട്ടി തീരുമാനിക്കുന്നത്. ഐ വാണ്ട് ടു ഡിസ്കവർ. മലയാളികൾ കുറെ പേര് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിറയെ പേർക്ക് ഈ സിനിമ വന്നത് അറിയില്ല. സോ ഐ ഹോപ്പ് ദിസ് ഇന്റർവ്യൂ റീച്ചസ് മോർ പീപ്പിൾ ആൻഡ് പീപ്പിൾ വാച്ച് ദ ഫിലിം ഓൺ ആമസോൺ. നമുക്കിപ്പം ജയപ്രകാശ് രാധാകൃഷ്ണൻ, അദ്ദേഹം ആക്ടറാണ്, സിനിമാ സംവിധായകനാണ്. ഇപ്പോ ഒടുവില് തമിഴ് ഒരു പണം ചെയ്തിട്ടുണ്ടായിരുന്നു, കാതൽ എൺപത് പോതോടുമേ. അത് ഫെസ്റ്റിവലിലും പോയിട്ടുണ്ട്, ഇപ്പൊ OTT-ല്, പ്രത്യേകിച്ച് ഇപ്പോ നമ്മുടെ ആമസോൺ പ്രൈമില് വന്നിട്ടുണ്ട് പുതുതായിട്ട്. ഇതുവരെ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും കാണണം. കാരണം അത് സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആളുകളെ ബോധവൽക്കരിക്കുന്നത് കൂടി ആയിട്ടുള്ള ഒരു നല്ല സിനിമയാണ്. എനിവേ, JP വെൽക്കം. താങ്ക് യു. காதல் கடல் மணல் மாதிரி கையில நாசூக்கா பிடிச்சிருந்தா அது நிலைக்கும், இறுக்கி பிடிச்சோம்னா நழுவிடும். ഈ ഇമ്പാക്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് അതൊന്ന് ചോദിക്കണമെന്നുണ്ട്. കാരണം ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു, അത് ആളുകൾ കാണുന്ന ആളുകളിലെ ചിന്ത ഉണ്ടാക്കും, ഇതൊരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത്. ഞാൻ ആക്ച്വലി ഇത് സിനിമയായിട്ട് പുറത്ത് വന്ന ആ സമയത്തല്ല. ഞാനിത് ലെൻസ് എന്ന് പറഞ്ഞ സിനിമ 2016-17 പുറത്തു വന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണ് കാതൽ എൺപത് പൊതുവുടമ. സോ 2000, ഇഫ് എവറിത്തിങ് ഹാഡ് ഗോൺ വെൽ, 2018 ഞാൻ ഈ സിനിമ ചെയ്യേണ്ടതായിരുന്നു. അത് പ്രൊഡക്ഷൻ എല്ലാം ആവണ പോലെ വന്ന്, പിന്നെ ആസ് യൂഷ്വൽ ഇതിന്റെ കണ്ടന്റ് ആയത് കാരണം, അതും തമിഴിൽ ചെയ്യണം ഞാൻ വാശി പിടിച്ചത് കാരണം ആരും അത് ചെയ്യാൻ വന്നില്ല. ആൻഡ് ഇപ്പോഴും നിങ്ങൾ നോക്കിച്ചാൽ മലയാളത്തിലത്തെ പ്രൊഡ്യൂസേഴ്സാണ് വന്നിട്ടുണ്ട്. ജിയോ ബേബി പ്രസന്റ് ചെയ്ത്, ജോമോൻ ജേക്കബ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അവരും ഫ്രണ്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സാമുക്കാக പോയിട്ട് വാങ്ങ, അവ നല്ല പൊണ്ണ്. സോ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല, സൊസൈറ്റിയിൽ ഇമ്പാക്ട് എന്നല്ല. എനിക്ക് നമ്മളിപ്പോ ഒരു സിനിമ എടുത്ത് അത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്കൊരു ചാലഞ്ചാണ് ഇതെന്താണെന്ന് എനിക്ക് തന്നെ വലിയ ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ്. സോ ഇറ്റ് വാസ് ചാലഞ്ചിങ് ഫോർ മീ ടു സീ ലൈക്ക് ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചർച്ച വന്ന് അവരെന്താ സംസാരിക്കുക, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്തായിരിക്കും. അപ്പോൾ സിനിമ നിങ്ങൾ നോക്കിയാലും ഇത് എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിലും ഒരു ആർഗ്യുമെന്റ് ആയിട്ടാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ഐ ഡിഡ്ന്റ് ടേക്ക് എനി സ്റ്റാൻഡ്. ഐ ജസ്റ്റ് മെയ്ഡ് എ ഫിലിം where people are put in particular circumstances and how they would react. Yeah. ഓഫ് കോഴ്സ് മുൻപ് ചെയ്തിട്ടുള്ള തമിഴിലാണ്, ആക്ട് ചെയ്തിട്ടുള്ള മലയാളത്തിലാണ്. അപ്പൊ തമിഴില്, കാരണം ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് മലയാളികളാണ്, അപ്പൊ തമിഴില് തന്നെ ആക്ടേഴ്സിലും ഒരുപാട് പേര് മലയാളികളുണ്ട്, വിനീതും ലിജ്മോളും എല്ലാം. ചോദിച്ചു വന്നത് എന്തുകൊണ്ടാണ് അപ്പൊ തമിഴില് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്? മലയാളത്തില് കുറച്ചും കൂടി ഇത്രയും ആക്ടേഴ്സും മലയാളി പ്രൊഡ്യൂസേഴ്സും ഉള്ളപ്പോ മലയാളം കുറച്ചും കൂടി ഈസി ആയിരുന്നില്ലേ? ആക്ച്വലി ഞാൻ ഇത് ലെൻസ് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ തമിഴില് ട്രൈ ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞത് ഹിന്ദിയിൽ ചെയ്താൽ മതി, മലയാളത്തിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വാശിയാണ് വന്നത്. അവരെന്താ പറഞ്ഞ, അവിടെ ഇത് അക്സെപ്റ്റ് ചെയ്യും, തമിഴിലൊന്നും നിങ്ങൾ ചിന്തിക്കുന്നേ വേണ്ട, നിങ്ങൾ ഇത് ഒരു 2-3 സിനിമ ചെയ്ത് നിങ്ങളൊരു എസ്റ്റാബ്ലിഷ് ഫിലിം മേക്കർ ആയിട്ട് പിന്നെ നിങ്ങൾ ചെയ്തോ, ഇപ്പൊ ചെയ്യണ്ട എന്നാണ് പലരും പറഞ്ഞത്. അപ്പൊ തന്നെ നമുക്കത് ഈ ചെയ്യണ്ട എന്ന് പറയുമ്പോ എന്താ ചെയ്താല് എന്നുള്ളൊരു ഒരു വാശിയുണ്ടല്ലോ, അതാണെന്ന് പറയാം. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഇറ്റ് സോ ഹാപ്പൻഡ്, ജിയോ ബേബി എന്റെ മസ്കിറ്റോ ഫിലോസഫി എന്ന് പറഞ്ഞ സിനിമ കണ്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ച് വി കൈൻഡ് ഓഫ് ബിക്കേം ഫ്രണ്ട്സ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഹിറ്റ് ആയപ്പോ അവര് തമിഴിലൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ ജിയോ ബേബി ഇങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ അടുത്തൊരു കഥ ഉണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കഥ പറഞ്ഞപ്പോ ഇമീഡിയറ്റ്ലി ദേ കേം ഓൺ ബോർഡ്. അങ്ങനെ ഒരു യാദൃശ്ചികമായി അത് ഉണ്ടായതാണ്. എനിക്ക് ആ സിനിമ എങ്ങനെയെങ്കിലും, ഞാൻ തെലുഗുലൊക്കെ പിച്ച് ചെയ്തതാ, തമിഴിൽ നടക്കുന്നില്ല. ശരി, ഞാൻ വിചാരിച്ചപ്പോ തെലുഗു ട്രൈ ചെയ്യാം, നമുക്ക് എന്തായാലും മലയാളം ഹിന്ദി വേണ്ട. അവിടെയും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ പോയി അവർക്ക് അത് ഇഷ്ടമായില്ല. റിജക്റ്റഡ് ദ സ്ക്രിപ്റ്റ്. സോ
അല്ല, അതൊരു വളരെ ഡെയറിങ് അറ്റംപ്റ്റ് ആണ്. പ്രത്യേകിച്ച് തമിഴ്, തെലുങ്കിലൊക്കെ ഇങ്ങനെ ഒരു സബ്ജക്ട് മീൻസ് അവര് പ്രോഗ്രസീവ് അല്ലാന്നല്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ പോലെ കേരളത്തില് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻസ് കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടെന്ന് അതെ. തോന്നുന്നു. ഐ മീൻ ഇതൊരു പെർസെപ്ഷൻ ആണ്, ഇത് ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ തമിഴിൽ അങ്ങനെ ഒരു സബ്ജക്ട് അക്സെപ്റ്റൻസ് കിട്ടാന്നുള്ളത് ദാറ്റ്സ് എ വെരി ഡെയറിങ് അറ്റംപ്റ്റ്. ഇല്ല, എനിക്ക് അറിയാമായിരുന്നു കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് എനിവേ വി ഹാവ് ടു മേക്ക് ഇറ്റ് അല്ലേ, സോ ഐ മെയ്ഡ് ഇറ്റ്. പിന്നെ ഈ മലയാളം ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാനൊന്നും കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നില്ല. യേശുദാസ് പറയണ പോലെ ദാനെ ദാനെ പെലിക്ക ഹക്കാനെ വാലേക്ക് നാം അത് തുടങ്ങി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു പീപ്പിൾ. ആ സമയത്ത് ഇവരാണ് അവൈലബിൾ ആയത്, ആ സമയത്ത് ഇവരെയാണ് എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റിയത്. അവർ ഇമീഡിയറ്റ്ലി സ്ക്രിപ്റ്റ് വായിച്ച് ഗെറ്റ് ബാക്ക് ചെയ്തു. സോ ഇമീഡിയറ്റ്ലി ദേ കേം ഓൺ ബോർഡ്, അത്രേ ഉള്ളൂ. ഐ ട്രൈഡ് മെനി പീപ്പിൾ. ഇവർ ഇതിൽ ചെയ്യണം എന്നായിരിക്കും യോഗം. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ജിയോ ബേബി, ജോമോൻ അവരൊക്കെ ചെയ്യുന്ന കുറച്ച് ഇതുപോലെ കുറച്ച് അറ്റംപ്റ്റ്സ് യെസ് ഉണ്ട്. യെസ് ജോമോൻ യെസ് യെസ്. കഴിഞ്ഞ ഇത്തിരി നേരമൊക്കെ ആണെങ്കിലും ഐ മീൻ ചെറിയ കഥകളാണ്, പക്ഷെ വളരെ പഞ്ചുള്ളതും അത് ഈ പറഞ്ഞ പോലെ ആളുകളിലേക്ക് എത്തണം, ഇമ്പാക്ട് ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് അതൊരു ഡെഡിക്കേഷനും കൂടിയാണ്. അവർക്ക് വേണമെങ്കിൽ യെസ് കുറച്ചും കൂടി അഷുറൻസ് ഉള്ള ആ രീതിയിലേക്കുള്ള ചിന്തിക്കാം. പക്ഷെ അവര് മാത്രമല്ല, ഇവർ കൊണ്ടുവരുന്ന ആളുകള് കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ, ഐ മീൻ ഡയറക്ടർ ആ ഒരു അസോസിയേഷനിൽ വരുമ്പോഴും ഒരു അത്തരം കാര്യങ്ങൾ ചെയ്യണത്, ജിയോ ചെയ്യണത് എനിക്ക് ഭയങ്കര രസം തോന്നിയിട്ടുണ്ട്. കാര്യം പലരും ഇൻഡസ്ട്രിയിൽ കുറച്ച് ഇത് ചെയ്യുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പം നിൽക്കാനാണ് ശ്രമിക്കുക. പക്ഷെ ഹീസ് ട്രൈങ് ടു അപ്ബ്രിങ് ഓർ അത് മറ്റുള്ള ആളുകളെയും കൂടി ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമമാണ്. സോ ഹൗ അല്ല, വാസ് ദാറ്റ്? തീർച്ചയായിട്ടും ആ അത് ഒരു ടോക്ക് വളരെയധികം പറഞ്ഞു അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതെ അതെ ഡെഫിനറ്റ്ലി. പറഞ്ഞു വന്നു. എങ്ങനെയായിരുന്നു അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? തമിഴിൽ ഒരു സാധനം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് JP എന്ന് പറഞ്ഞ് ഒരിക്കൽ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് ഈ ഒരു കഥ ഉണ്ട്, കേട്ടു നോക്കൂ, ഇഷ്ടമാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പൊ അത് കഥ പറഞ്ഞു ഞാൻ ഫുള്ളായിട്ട്. ഇതേപോലെ ഒരു സൂമിൽ, അന്ന് കൊറോണ സമയമായിരുന്നു. സോ ഇതേപോലെ സൂമിലാണ് ഞാൻ ജിയോ ബേബിയുടെ അടുത്ത് കഥ പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ പുള്ളി പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ എന്റെ ടീമായിട്ട് സംസാരിക്കട്ടെ, ഞാൻ പെട്ടെന്ന് പറയാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു 1 or 2 ഡേയ്സിൽ പുള്ളി പറഞ്ഞു, നമ്മൾ എന്തായാലും ചെയ്യും. അപ്പൊ ഞാൻ തലൈക്കൂത്തൽ എന്ന് പറഞ്ഞ സിനിമയുടെ വർക്കിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ജിയോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ തലൈക്കൂത്തൽ കഴിഞ്ഞു ഇമ്മീഡിയറ്റ്ലി ഞാനിത് ഷൂട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ എങ്ങനെയായിരുന്നു ഫെസ്റ്റിവലിനൊക്കെ? നല്ല അപ്രീസിയേഷൻ കിട്ടി. ഞാൻ ഉണ്ടായിരുന്നു ഗോവ ഫെസ്റ്റിവലിന് സ്ക്രീൻ ചെയ്യുന്ന സമയത്ത്. നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ആ സിനിമ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ അല്ലാതെയുള്ള ഓഡിയൻസിൽ തമിഴ്നാട്ടിൽ എങ്ങനെയായിരുന്നു? എല്ലാ ന്യൂസ് പേപ്പേഴ്സും പ്രസ്സും റിവ്യൂവേഴ്സ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് റിവ്യൂ ചെയ്തത്. പക്ഷെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ വളരെ വളരെ ഡിവൈഡഡ് ആയിരുന്നു. അതാണ് അതിന്റെ സത്യം. ഇൻഫാക്ട് തിയേറ്ററിൽ ഞാൻ സിനിമ കണ്ടുകൊണ്ട് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ഒരു ഷോയിൽ ഞാൻ പോയിരുന്ന് കാണുന്ന സമയത്ത് ഒരാൾ, ഞാനാ ഡയറക്ടർ എന്ന് മനസ്സിലായി. സോ ഇന്റർവെൽ ഹി വാക്ക്ഡ് ഔട്ട്, ഹി ലിറ്ററലി സ്പാറ്റ് ഓൺ മീ ആൻഡ് സെഡ്, ഇതൊക്കെ ഒരു സിനിമയാണോ ഛേ എന്ന് പറഞ്ഞ് അയാൾ ഥൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി, ഒരാള്. സോ ഇതാണ് അവിടുത്തെ ജനറൽ ഓഡിയൻസിന്റെ ഒരു പ്രതികരണം. പിന്നെ ഒരു വളരെ ലീഡിങ് ആയിട്ടുള്ള ഒരു കുമുദം എന്ന് പറഞ്ഞ ചാനൽ പബ്ലിക്കേഷൻ, അവരുടെ ഇന്റർവ്യൂ ഒക്കെ വളരെ വൺ സൈഡഡ് ആയിരുന്നു. ലൈക്ക് അവരുടെ കണ്ടക്ടഡ് ദ ഇന്റർവ്യൂ എൻറ്റയർലി ടു പ്രൊവോക്ക് മീ, യുനോ വൈ യു മേഡ് ദിസ് ഫിലിം. ഈ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ജോലിക്ക് പോയി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണോ അവര് സെക്ഷുവലി ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ വളരെ എന്താ പറയുക, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു റീസണബിൾ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ കംപ്ലീറ്റ്ലി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്. യുനോ സോ ഇഫ് യു ആസ്ക് മീ ദ ക്വസ്റ്റ്യൻ, ദ റിസപ്ഷൻ ഫ്രം ദ തമിഴ് ഓഡിയൻസ് വാസ് വെരി ബാഡ്. ഓഫ് കോഴ്സ് ഈ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തു. ബട്ട് ജനറൽ പബ്ലിക്, ഇഫ് യു സി പെർസെൻറ്റേജ് വൈസ്, ഇറ്റ് വാസ് ബാഡ്. പക്ഷെ അഗൈൻ സർപ്രൈസിംഗ്ലി ഓൾ ദീസ് വുമൻ ഉണ്ടല്ലോ, സ്ത്രീകളൊക്കെ കുറെ പേര് കണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. സാധാരണ കമേഴ്ഷ്യൽ സിനിമ കാണുന്നവര്, ഈ എന്താ പറയുക, ഭയങ്കര മോറലി കറക്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവില്ല, വയസ്സായ ആൾക്കാർ, അവർക്കെല്ലാം കുറെ പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സിനിമ. ദാറ്റ് വാസ് വെരി സർപ്രൈസിങ്. ഇത് പറയുമ്പോ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഒരു സിനിമ ചെയ്യരുത് എന്ന് ഉപദേശിച്ചതായിട്ട് എവിടെയോ അതെ 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 അതെ. അത് അപ്പോ ഈ ഒരു അസോസിയേഷൻ വന്നപ്പോഴാണോ, അതായത് ജോമോനും അവരൊക്കെ കൂടിയുള്ള ഒരു അസോസിയേഷൻ, ഓക്കെ വിൽ ഡു ഇറ്റ് എന്നുള്ളൊരു തോന്നല് ഉറപ്പിച്ചത് എപ്പോഴാണ്? ഉറപ്പിച്ചത് ഞാനിത് എഴുതിയ സമയത്ത് തന്നെ ഐ വാസ് ട്രൈയിങ് ഡിഫറെന്റ് വേസ് ടു ഡു ഇറ്റ്.
ആൻഡ് ഫ്രാങ്ക്ലി ഞാനിത് എഴുതിയത് ബാംഗ്ലൂരിൽ ഇരുന്നിട്ടാ. ഒരു ബാറിൽ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇരുന്ന് ടിഷ്യൂ പേപ്പറിലാണ് ആദ്യത്തെ ഒരു ഇത് സ്ക്രിബിൾ ചെയ്യുന്നത്. ബിക്കോസ് കന്നഡയിൽ 18 ലക്ഷം എന്തോ സബ്സിഡി ഉണ്ടെന്ന് എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ലെൻസ് പോലെ നമുക്ക് റൂമിന്റെ ഉള്ളിൽ ചെയ്യാം, ഇവിടുത്തെ തിയേറ്റർ ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാം, കന്നഡയിൽ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് എഴുതാൻ തുടങ്ങിയതാ. പിന്നെ അത് തമിഴിലേക്ക് മാറ്റി, പിന്നെ കുറെ പ്രൊഡക്ഷൻ വഴി ഇത് പോയി വന്നതാ. ഞാൻ പറഞ്ഞില്ലേ, നിമിത്താണ് ഇവര് ചെയ്യണം, ജിയോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിമിത്താണ്, അങ്ങനെ സംഭവിച്ചതാ. അല്ലെങ്കിൽ അത് വേറെ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടാവും, ഐ ഡോണ്ട് നോ. ഇതിനൊരു മെയിൻ സ്ട്രീം ഫിലിമിന്റെ ഒരു ലൈറ്റ്നെസ്സും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് സച്ച് എ മെസ്സേജ്. ഇപ്പൊ ഇതില് ആക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഇപ്പം ധാനെ വിളിക്കാതെ ഉള്ള റൈറ്റ് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് വിനീത്? നമ്മള് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് അപ്രീസിയേഷൻ ഉള്ള ഒരാളാണ്, ആൻഡ് യെസ് യെസ് ആക്ടിങ് ടാലന്റ് ആണ്, ഡാൻസർ ആണ്. ആൻഡ് ലിജോ മോൾ, കലേഷും എനിക്ക് തോന്നുന്നു ഹൃദയം കഴിഞ്ഞിട്ടാണോ ഇതുണ്ടായി ആണെന്ന് തോന്നുന്നു അല്ലേ? സോ അല്ല, ഹീസ് കലേഷ് ഓൾസോ ആക്ച്വലി ലെൻസിൽ അഭിനയിക്കേണ്ടതാണ്. കലേഷ് എന്റെ ഫ്രണ്ടാ. ഞാനും കലേഷും ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പ്രൈമറിലി ആക്ടറാണ്, ഞാൻ എന്റെ ആക്സിഡന്റൽ ഡയറക്ടർ റൈറ്ററാണ് ഞാൻ. അപ്പൊ മുമ്പ് ഞങ്ങൾ ആക്ടറായിട്ട് നടക്കുന്ന സമയത്ത് ഞാനും കലേഷും കൂടെ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് കലേഷിനെ പരിചയം. അപ്പൊ ലെൻസിൽ ഞാൻ ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കലേഷിനെ, ബട്ട് ഫോർ സം റീസൺ എനിക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. യുനോ സോ ഇതില് ഇമീഡിയറ്റ്ലി ഞാൻ ഇത് കാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ വിളിച്ചത് കലേഷിനെ തന്നെയാണ്. ആൻഡ് റൈറ്റ്ഫുള്ളി അഗ്രി ടു ഡു ഇറ്റ്. സോ അതങ്ങനെ. പിന്നെ അതേപോലെ അതിലത്തെ ലിജോന്റെ പേരായിട്ട് അഭിനയിക്കുന്ന അനുഷ മസ്കിറ്റോ ഫിലോസഫിയിലത്തെ ഹീറോയിൻ ആണ്. രോഹിണി മാം, ബിക്കോസ് ജിയോ ബേബി ഓൾറെഡി ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വിത്ത് ജോജു ജോർജ്, ആ ഒരു ഷോർട്ട് ഫിലിം ആന്തോളജി. അപ്പോ അതിലുണ്ടായത് കാരണം അവരുടെ പരിചയത്തിൽ എനിക്ക് പെട്ടെന്ന് അവരെ വിളിക്കാനും സംസാരിക്കാനും പറ്റി. പക്ഷെ അതെല്ലാം തന്നെ എനിക്കൊരു അസോസിയേഷൻ രോഹിണി മാം ആയിട്ടുണ്ട്. ബിക്കോസ് ലെൻസിന്റെ ജൂറി മെമ്പർ അവരായിരുന്നു. ഗോളപ്പുടി ശ്രീനിവാസ അവാർഡ് എനിക്ക് തന്നത് അവരായിരുന്നു. മീൻസ് ജൂറി സെലക്ഷൻ അവരുണ്ടായിരുന്നു. ലിജോ മോൾ അഗെയിൻ ത്രൂ ജിയോ ബേബി ഉള്ളത് കാരണം ഐ ഗോട്ട് ദ നമ്പർ, ഐ സ്പോക്ക് ടു ഹർ, ഷീ റെഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ഷീ ഇമീഡിയറ്റ്ലി സെഡ് ഐ വിൽ ഡു ഇറ്റ്. സോ ഇങ്ങനെയാണ് വരുന്നത്. വിനീത് ഒരു ആക്സിഡന്റിലായിരുന്നു. എനിക്ക് ആ ആക്ടറെ കാസ്റ്റ് ചെയ്യാൻ ഞാൻ കുറെ ആൾക്കാർ, തമിഴില് പശുപതി, ജോൺ വിജയ്, കുറെ ആൾക്കാരെ ഞാൻ ട്രൈ ചെയ്തു. അതൊന്നും സെറ്റ് ആവാതെ സഡൻലി എന്റെ ഒരു AD ഏതോ ഒരു തെലുങ്ക് സിനിമയിൽ ഇങ്ങനെ വിനീത് ഒരു അച്ഛന്റെ റോള് ചെയ്യണത് ഒരു ക്ലിപ്പ് കാണിച്ചു. അത് കണ്ടപ്പോൾ ഐ സെഡ് ദിസ് ഇസ് ദ മാൻ, കം ഓൺ ഫൈൻഡ് ദ നമ്പർ, ഐ വാണ്ട് ടു ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞ് ഇമീഡിയറ്റ്ലി നമ്പർ കിട്ടി. ദെൻ ഐ സെൻഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് he was very sweet. He immediately read the script, he called me back and he said, yeah Jay, ഇത് വളരെ നന്നായിട്ടുണ്ട്, ഞാൻ ഇത് എന്തായാലും നമുക്ക് ചെയ്യാം, മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ we had a small workshop, we all sat together, read our lines and everything, and then we went to shoot. It was very nice, ഭയങ്കര pleasant, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. they all were very comfortable. and അങ്ങനെ ഒരു വലിയ ആക്ടറാണ് അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ തോന്നിയില്ല. വളരെ വളരെ നന്നായിരുന്നു. ആൻഡ് വിനീത് സർ ലൈക്ക് കുറെ കഥകൾ പറയും, മറ്റേ പണ്ടത്തെ സർഗം കാലത്തുള്ള കഥകളൊക്കെ ബ്രേക്കിലൊക്കെ ഇരുന്ന് കുറെ സംസാരിക്കാറുണ്ട്. ഇറ്റ് വാസ് വെരി നൈസ്. MT സാറിന്റെ ഒക്കെ ഇത്രയും സ്ക്രിപ്റ്റില് വർക്ക് ചെയ്യാന്നുള്ളത്, അപ്പൊ അതൊന്ന് MT സാറിന്റെ പേര് പറഞ്ഞോളൂ, പിന്നെ ഇങ്ങനെ ഒഴുകായിരുന്നു. എനിക്ക് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് ഇദ്ദേഹം എങ്ങനെയാണ് കാര്യങ്ങള് പ്രസന്റ് ചെയ്യണേ, അദ്ദേഹത്തിന്റെ ലൈൻസ് എങ്ങനെ ഫോളോ ചെയ്യണു, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ പുതിയ പറയണത് ഹരിഹരൻ അവരൊക്കെ, അതേപോലെ ഫാസിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആക്ടറിന് അഭിനയം പറഞ്ഞു കൊടുക്കും. അവർ എന്താ വേണ്ടത്, എങ്ങനെ പറയേണ്ടത്, നടക്കേണ്ടത്, ഇതെല്ലാം അവർ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ സ്കൂളിൽ നിന്നാണ് വിനീത് സർ വരുന്നത്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് വന്ന് എപ്പോഴും ചോദിക്കും, എനിക്കാണ് വെച്ചാൽ ഇതറിയില്ല, എനിക്കിപ്പോ ഒരു ആക്ടർ എങ്ങനെ വരണം, പോണം, എന്ത് അഭിനയിക്കണം എന്ന് ഞാൻ ആദ്യം കൂട്ടി തീരുമാനിക്കുന്നത്. ഐ വാണ്ട് ടു ഡിസ്കവർ. അപ്പൊ ഞാൻ പറയും സാർ എനിക്കത് വർക്കല്ല, ഞാൻ എന്താണ് പോയിന്റ്സ്, ഇവിടെ നടന്ന് നിങ്ങൾ ഇവിടെ വരണു, ഇത് പറയണു, നോക്കണു, ചിരിക്കണു, ദേഷ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പുള്ളിക്ക് അതൊരു ഡിസ്കവറി ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഐ ഡോണ്ട് നോ ടു എക്സ്പ്ലെയിൻ, ഐ ഡോണ്ട് ലൈക്ക് ടു ടെൽ ദ ആക്ടേഴ്സ് വാട്ട് ടു ഡു, യുനോ ആസ് ആൻ ആക്ടർ. മീൻസ് ഇങ്ങനെ അഭിനയിക്കും ഇങ്ങനെ എന്നുള്ളത് എനിക്ക് പറയുന്നത് ഇഷ്ടമല്ല. ഞാൻ ആക്ടിങ് പഠിച്ചുകൊണ്ടാണ് എനിക്കത്, യു വോണ്ട് ഡിസ്കവർ എനിത്തിങ്, യുനോ. ഈ ഓഡിയൻസിന്റെ കാര്യം നമുക്ക് വീണ്ടും ഈ ഇമ്പാക്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ, അതായത് നമ്മള് ഇത് ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷൻ ആണ് കുറെയൊക്കെ. ഫിലിം ഓഡിയൻസ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതും ഓഡിയൻസിന്റെ റിഫ്ലക്ഷൻസ് ആണല്ലോ സിനിമയിൽ വരുന്നത് എന്നുള്ളതും ഒരു ഇതാണ്. പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം LGBTQ കൈൻഡ് ഓഫ് എ സബ്ജക്ട് ആൻഡ് പ്രസന്റിങ് ഇറ്റ് വിത്തിൻ ദ ഫാമിലി
എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡയറിംഗ് തിങ്. അഗെയിൻ കമ്മിങ് ബാക്ക് ടു പക്ഷെ ഇതിനെ കുറിച്ച് പിന്നീട് ഇപ്പൊ ഈ ഇമ്പാക്ട് എന്നുള്ളത് പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ LGBTQ കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അത്തരം ഓർഗനൈസേഷൻസോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ചർച്ചകളോ ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിനിമയുടെ മുമ്പ് ഞാൻ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് പ്രിവ്യൂ LGBT കമ്മ്യൂണിറ്റീന്റെ ആൾക്കാർക്ക് ഒരുപാട് ഞാൻ പ്രിവ്യൂ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ റെയിൻബോ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമയുടെ റിലീസിന്റെ മുമ്പ് തന്നെ ഞാൻ അവർക്ക് പ്രിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ സിനിമ ഇതിന്റെ ഞാൻ വിചാരിച്ച പോലത്തെ നിങ്ങൾ പറഞ്ഞ ഈ ഡിസ്കഷനോ ആ ഇമ്പാക്റ്റോ ഉണ്ടായില്ല. കമ്മ്യൂണിറ്റിന്ന് വലിയ ഡിസ്കഷൻസോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അസോസിയേഷൻസ് നമ്മളെ വിളിക്കും, അതിനെക്കുറിച്ച് സംസാരിക്കും, സിനിമയുടെ സ്ക്രീനിങ് ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഈ സിനിമ റിലീസ് കഴിഞ്ഞിട്ടുണ്ടായില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ തമിഴ്നാട്ടില്. ആൻഡ് ഞാൻ വിചാരിച്ച പോലെ കമ്മ്യൂണിറ്റി അത്ര സപ്പോർട്ടും ആ സിനിമയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. മീൻസ് കുറെ ഓൺലൈനിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ IMDb റേറ്റ് ചെയ്യുക, അതൊന്നും ഉണ്ടായില്ല. അതെന്താ അതിന്റെ കാരണം എന്ന് എനിക്ക് ഞാൻ ആലോചിച്ചു. പേഴ്സണലി കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ദേ ഡോണ്ട് വാണ്ട് ടു ഓപ്പൺലി കം ഔട്ട് ആൻഡ് സപ്പോർട്ട് ദ ഫിലിം ബിക്കോസ് അവർ തന്നെ ഒരു ഇതിലാണല്ലോ ഓപ്പൺലി. സിനിമാക്കാരും തന്നെ ആരും ഇതിനെപ്പറ്റി പറയുകയോ ചെയ്യുകയോ ഷെയറോ ചെയ്തില്ല ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ബി അസോസിയേറ്റഡ് വിത്ത് ദിസ് റെയിൻബോ. വാണവിൽ അവിടെ വാണവിൽ എന്ന് പറയുന്നത് ആൾക്കാർ ട്രോൾ ചെയ്യണതാണ് ഈ കമ്മ്യൂണിറ്റീനെ. വാണവിൽ ഇസ് റെയിൻബോ. ഓക്കെ, ഞാൻ എന്റെ സിനിമയിൽ അത് പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതിലൊരു ഡയലോഗ് ഉണ്ട്, യുനോ, നേച്ചർ ഇസ് നോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റൈറ്റ്? നടുവിൽ കുറെ കളേഴ്സ് ഉണ്ട്, ആ കളേഴ്സ് ആണ് ഞങ്ങൾ എന്ന് ലിജോമോൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോ ആ ഒരു പേടിയായിരിക്കാം. സോ നിറയെ പേര് ഓപ്പൺലി സപ്പോർട്ട് ചെയ്ത് ഈ ട്രെയിലർ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രിവ്യൂവിന് വരികയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ആക്ടേഴ്സിന് ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റാമ്പിങ് വരാറുണ്ടല്ലോ. ലൈക്ക് സെർട്ടൻ റോൾസ് ചെയ്ത് വരുമ്പോ പിന്നെ വരുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഓക്കെ അങ്ങനെ ഈ സിനിമ ചെയ്തുകൊണ്ട് എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഒരു ഓഫ് ബീറ്റ് രീതിയിൽ ചിന്തിക്കുന്ന അത്തരം കാര്യങ്ങളിൽ ആളുകളുടെ ഒരു അപ്രോച്ച് മാറിയിട്ടുണ്ട്. ലൈക്ക് വെൻ യു അപ്രോച്ച് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ അടുത്താണെങ്കിൽ, ലീഡ് ആക്ടേഴ്സിന്റെ അടുത്താണെങ്കിൽ അവർ സംസാരിക്കുന്ന സമയത്ത് ഓക്കെ ദിസ് പേഴ്സൺ ഹാസ് ദിസ് ക്വാളിറ്റി, ഇന്ന സിനിമകളുടെ അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് സിനിമ, അങ്ങനെ ഡയറക്ടേഴ്സിന് സംഭവിക്കാറുണ്ടോ? എനിക്ക് പേഴ്സണലി ഞാൻ ഓരോരോ സിനിമയും ഒരു സ്പോണ്ടേനിറ്റി ആ ഒരു മൂഡിൽ ഞാൻ ചെയ്യണമെന്നാണ്. അപ്പൊ അതിന്റെ ജോണറും അതെല്ലാം ആ കഥയും ആ മൊമെന്റും ആ സംഭവങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ കാതൽ 80 പൊതുവെ ഞാൻ കന്നഡയിൽ ചെയ്തു വെച്ചാൽ ശരിക്കും ഇന്ത്യ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ജിയോ ബേബി വന്നു, എനിക്ക് ഈ ആക്ടേഴ്സിനെ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വളരെ കളർഫുൾ ആയിട്ടൊരു എല്ലാവരും ഇത് കാണുന്ന പോലെയുള്ള എനിക്ക് ചെയ്യണം. മ്യൂസിക് ഒക്കെ നോക്കുമ്പോൾ ഇതിൽ വളരെ ലൗഡ് ആയിരിക്കും. എല്ലാം പർപ്പസ്ഫുള്ളിയാണ് ഞാൻ അങ്ങനെ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് ചെയ്തത്, സോ ദാറ്റ് എവരി വൺ ഷുഡ് വാച്ച്. അപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. എനിക്കില്ല. ഞാൻ ഐ ഗെറ്റ് എക്സൈറ്റഡ് ബൈ ദ സ്റ്റോറി. നാളെ ഇപ്പൊ ഒരാൾ വന്ന് കമേഴ്ഷ്യലി നമുക്ക് ചെയ്യല്ലേ വെച്ചാൽ ചെയ്തോടെ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചെയ്യും. യു നോ വാട്ട് ഐം സെയിങ്, ഇൻ മൈ ഓൺ വേ. നമ്മളിപ്പോ ഒരു കഥ പറയുമ്പോൾ ഓൾറെഡി നമ്മളെ വിലയിരുത്തിയിട്ടാണ് ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ആക്ടറോ പ്രൊഡ്യൂസറോ കാണുന്നത്. അയ്യോ ഇയാൾ ഈ ആർട്ട് സിനിമ ചെയ്ത ആളാണ്, നമ്മൾ സെറ്റ് ആവുമോ ആകില്ലേ, നിങ്ങൾ അതേപോലെ സ്ലോ ആയിട്ടല്ലല്ലോ ഈ കഥ ആദ്യം തന്നെ അവർ ചോദിക്കും. അങ്ങനെയല്ലല്ലോ എന്നാ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് സ്ഥലത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതൊരു ബ്ലോക്ക് ബസ്റ്റർ മാസ് മൂവിയാണോ പ്ലാൻ ചെയ്യണേ? മാസ് അല്ല, പക്ഷെ അടുത്തൊരു കമേഴ്ഷ്യലി ഒരു റോംകോം ആണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. തമിഴായിരിക്കും മോസ്റ്റ്ലി. അതും ഒരു ഇൻട്രസ്റ്റിംഗ് വിഷയത്തിനെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യണത്. എനിക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് വേണ്ടേ, പക്ഷെ വളരെ ഹ്യൂമറോടുകൂടി പറഞ്ഞ കുറെ പാട്ടുകളും ഇതൊക്കെ വെച്ച് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതാണ് ട്രൈ ചെയ്യുന്നത്. ലെറ്റ്സ് ഹോപ്പ് മെയിൻ സ്ട്രീം ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യുന്നത്. അപ്പൊ മലയാളത്തിലേക്ക് എപ്പോഴാണ് ചെയ്യണ്ടെന്ന് വിചാരിച്ചില്ല. ഐ എം പാരലി ട്രൈങ് എവരിവെയർ. ഞാൻ പറഞ്ഞില്ല, തെലുഗു അടക്കം ഞാൻ ട്രൈ ചെയ്തു. ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഫിലിംസ്, യുനോ. അതൊരു ഹൈ ആണല്ലോ. അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, അത് എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം. ഇതിപ്പോ ഈ ഒരു കഥ തമിഴിൽ ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ വേറെ ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് യുനോ ലൈക്ക് ലെൻസ് സംതിങ് ലിറ്റിൽ മോർ ഡാർക്കർ പിച്ച് ചെയ്യുന്നുണ്ട്. ബട്ട് ഇനി പ്രോജക്റ്റ് ആയിട്ട് ആവുന്നില്ല. ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ആസ് ആൻ ആക്ടർ, യെസ്, അങ്ങനെ ഒരു ഓഡീഷൻസ് അങ്ങനെയൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ പറയണ്ട, അതെ ഞാൻ അഭിനയിക്കും കേട്ടോ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കും ഓഡീഷൻ എന്നൊക്കെ പറയാറുണ്ട്. താങ്ക് യു. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്റെ മൈ ഹാർട്ട് ഇസ് ഇൻ ആക്ടിങ്. ഞാൻ
അത് ചെയ്തിട്ട് അതിനുവേണ്ടി ഞാൻ വിട്ടു വന്ന ആളാണ്. മീൻസ് ഐ യൂസ് ടു വർക്ക് ഇൻ ദ US, ദാറ്റ് റൈറ്റ്. അപ്പൊ അവിടെ ഞാൻ ആക്ടിങ് പഠിച്ച് ഇവിടെ വന്ന് ഓൾമോസ്റ്റ് 5, 6, 7, 8 years ഐ വാസ് ഈ ഫോട്ടോസ് കൊടുക്കലും ഓഡിഷൻ ചെയ്യലും. അങ്ങനെ അജിത്തിന്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. ഉറുമിയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ അരിന്താൽ, അജിത് ഫിലിം. പിന്നെയാണ് ഈ ലെൻസ് ഉണ്ടാവുന്നത്. പിന്നെ അങ്ങനെ ഈ ഫോട്ടോ കൊടുക്കലും ഓഡിഷൻ ചെയ്യലും നിന്നു. അപ്പൊ പിന്നെ റോൾസും പിന്നെ അങ്ങനെ ഇങ്ങനെ ആയിപ്പോയി. ഇപ്പൊ മലയാളത്തിലേക്ക് പൊതുവെ വലിയ ബാനേഴ്സ് ഒക്കെ ബോളിവുഡിലെ ബാനേഴ്സ് ഒക്കെ പ്രൊഡക്ഷനിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ആൻഡ് മലയാളം ഫിലിംസ് ഇൻ ജനറൽ, ഇതൊരു ജനറിക് ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഒരു വേറെ രീതിയിലുള്ള അക്സെപ്റ്റൻസ്, കുറച്ചുകൂടി ഫിലിമിനെ കുറച്ചുകൂടി ഇതിന്റെ പോസിബിലിറ്റീസ് ട്രൈ ചെയ്തിട്ട്, ഓഡിയൻസും അങ്ങനെയാണല്ലോ, കുറച്ചൊക്കെ ട്രയൽ ആൻഡ് എറർ നോക്കാൻ പറ്റുന്ന ഒരു ഓഡിയൻസും കൂടിയാണെന്ന് തോന്നുന്നു. സോ ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ് ആസ് ഇൻ, കാരണം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോ സിനിമ പ്രൊഡക്ഷൻ ഇൻ ദ ലോങ് റൺ, മലയാളത്തിൽ നിന്ന് ഒരു സിനിമ വരുന്നു അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് ഒരു സിനിമ വരുന്നു, ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പോസിബിലിറ്റി എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ വാഴ 2 പോലെ സിനിമ അല്ലെങ്കിൽ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ വളരെ ലോക്കലി മെയ്ഡ് സിനിമയാണ്. പക്ഷെ അത് തമിഴ്നാട്ടിൽ നന്നായി ഓടി, തെലുഗുവിൽ നന്നായിട്ട് ഓടി. സോ വെൻ ദ സ്റ്റോറി ഒരു യൂണിവേഴ്സൽ ആയിട്ട് വരുമ്പോൾ, ആ ഒരു കണക്ട് വരുമ്പോൾ, ഇറ്റ് വർക്ക്സ് എവരിവെയർ. ഇതൊരു ഫോർമുലയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ലുക്ക് അറ്റ് മലയാളം ഇൻഡസ്ട്രി ബിക്കോസ് വെറൈറ്റി ആയിട്ടുള്ള കഥകൾ വരുന്നുണ്ടെന്നുള്ളതാണ്. കോൺസെപ്റ്റ് വൈസ് പുതിയ കോൺസെപ്റ്റുകൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഫ്രാങ്ക്ലി ഇഫ് യു സി, ഒരു 50 സിനിമ ചെയ്താൽ അതിൽ 1-2 സിനിമകളെ നല്ലത് വരുന്നുള്ളൂ. നമ്മളും വളരെ വളരെ മോശമായ സിനിമകൾ എടുക്കണം, നമ്മളത് ഒരിക്കലും മറക്കരുത്. നമുക്ക് ഭയങ്കര അഹങ്കാരമാണ് മലയാളികൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഐ ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ. നമ്മള് തമിഴിൽ അതൊന്നും പോരാ, നമ്മൾ ഭയങ്കര സംഭവമാണ്, നമ്മൾ സിനിമ അറിയുന്ന ഒരാൾ. നോ, ഇറ്റ്സ് നോട്ട് ട്രൂ. കുറെ സിനിമ വരുമ്പോൾ 1-2 നന്നാവുണ്ട്. അപ്പൊ റേഷ്യോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയും ഏകദേശം ഒരുപോലെ തന്നെ പെർഫോം ചെയ്യുന്നു. പക്ഷെ ഇവിടെ അധികം സിനിമകൾ വരുന്നുണ്ട്, ലോട്ട് ഓഫ് ഫിലിംസ്, and a lot of experimentation. And also one good thing is like ഈ വാഴ പോലെ പുതിയ ആൾക്കാർ വരുമ്പോൾ അതിന് തിയേറ്റർ കിട്ടുന്നുണ്ട്, ഓഡിയൻസ് പോയി കാണുന്നുണ്ട്, അതിനെ വിജയിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ തമിഴ്നാട്ടില് അല്ലെങ്കിൽ തെലുഗുല് ഹിന്ദിയിലൊന്നും കണ്ടിട്ടില്ല. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു, വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓപ്പറേഷൻ ജാവ അങ്ങനെയല്ലേ ജയിച്ചത്? അങ്ങനെയല്ലേ വി ഗോട്ട് തരുൺ മൂർത്തി, സോറി. ദെൻ ഹി ഡിഡ് സൗദി വെള്ളയ്ക്ക, അതും വളരെ ഓഫ് ബീറ്റ് സിനിമയായിരുന്നു, ബട്ട് ഇറ്റ് ഡിഡ് വെരി വെൽ. അപ്പൊ അങ്ങനത്തെ എക്സ്പെരിമെന്റേഷൻ ഇവിടെ വർക്ക് ആവുന്നുണ്ട്. അതൊന്നും നല്ലൊരു കാര്യമാണ്. ഈ സിനിമ OTT-ൽ ഇപ്പൊ സണ്ണിൽ വന്നിട്ട് നിയർലി 1 year ആവുന്നു. അപ്പോ ഇപ്പൊ ആമസോണിൽ വരുന്നു. ഈ സിനിമയുടെ ഒരു ലാംഗ്വേജ് ബാരിയറിന്റെ അപ്പുറത്തേക്ക് OTT പറയുമ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. ലൈക്ക് മറ്റേതിപ്പോ ഒരു തമിഴിൽ ചെയ്ത ഫിലിമാണ് ഇവിടെ തിയേറ്ററിൽ വരുമ്പോൾ ചില സിനിമ സ്റ്റാർഡം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഒരു അക്സെപ്റ്റൻസ് വരുന്നത്. ബട്ട് ഇൻ ദ OTT അങ്ങനത്തെ ഒരു, നമുക്ക് കൊറിയനും കാണും, പുറത്തുനിന്നുള്ള അറിയാത്ത ഭാഷയും കാണും, നമുക്ക് അങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് OTT വന്നപ്പോണ്ടല്ലോ. ആ രീതിയിൽ ഇതിന്റെ ഒരു പോസിബിലിറ്റി എങ്ങനെയാ തോന്നുന്നത്? ലൈക്ക് ഐ എം നോട്ട് ടോക്കിംഗ് ജസ്റ്റ് അബൌട്ട് കേപ്പുവിനെ കുറിച്ച് മാത്രമല്ല. വെൻ യു മേക്ക് എ ന്യൂ ഫിലിം, വിൽ യു ഓൾസോ കൺസിഡർ ലൈക്ക് തിയേറ്ററിൽ വർക്ക് ആവുന്ന ഒരു രീതി ഉണ്ടാവും, OTT-യിലേക്ക് വർക്ക് ആവുമ്പോൾ രണ്ടിനും കൂടി സിങ്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. സോ ഹാവ് യു തോട്ട് അബൌട്ട് ദാറ്റ്? ഫ്രാങ്ക്ലി നമ്മള് വളരെ അനലിറ്റിക്കലായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു കഥ എഴുതാൻ പറ്റില്ല. അനലിറ്റിക്കലായിട്ട് ഇത് OTT വർക്കാവും, ഇത് തിയേറ്റർ വർക്കാവും, അല്ല എന്നെ കൊണ്ട് അത് ഐ ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ് ദാറ്റ് വേ. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കഥ എഴുതുക, ആ കഥയിൽ കഥാപാത്രങ്ങൾ എന്ത് സംസാരിക്കും, സത്യസന്ധമായിട്ട് അവർ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ട്രൈ ടു ബി ട്രൂത്ത്ഫുൾ ഇൻ യുവർ ആർട്ട്. റിയൽ ലൈഫിൽ നമ്മൾ നുണ പറയുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അറ്റ്ലീസ്റ്റ് എത്രത്തോളം സത്യസന്ധത കാണിക്കാൻ പറ്റുമോ കാണിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അത് OTT-യിൽ എങ്ങനെ പോകുന്നു, തിയേറ്റർ എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ സമയവും കാലമാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ എഴുതാറില്ല. പക്ഷെ ഈ ഒരു സിനിമ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ അങ്ങനെ എഴുതി തുടങ്ങിയത്. പക്ഷെ അത് അങ്ങനെ എഴുതി തുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് 3 years ആയി. ഐ എം നോട്ട് ഏബിൾ ടു ഫുള്ളി ഫിനിഷ് ഇറ്റ് ബിക്കോസ് ഐ എം നോട്ട് ബീങ് ഹോണസ്റ്റ് ടു മൈസെൽഫ്. അത് ഞാൻ റിയലൈസ് ചെയ്തു. ഇപ്പൊ ഞാൻ അഗൈൻ ഐ എം റീറൈറ്റിംഗ് ഇറ്റ്. സോ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. അങ്ങനെ ഒരു ഇതില്ല. നല്ലൊരു കണ്ടന്റ്, നല്ലൊരു കഥ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അത്
കാലത്തിൽ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് നമ്മൾ ഇന്ന് ക്ലാസിക്സ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പിന്നെയും കാണുന്ന സിനിമകളൊക്കെ അന്ന് ആ ഫിലിം മേക്കറും ആ ടീമും വളരെ ആത്മാർത്ഥമായിട്ട് ഒരു സംഭവത്തിൽ വിശ്വസിച്ചത് ചെയ്തത് കൊണ്ടാണ് ഇന്നും അത് നിൽക്കുന്നത്. റൈറ്റ്, അങ്ങനത്തെ വർക്കുകൾ എപ്പോഴും നിൽക്കും. സോ അങ്ങനത്തെ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷെ ശരിയാണ്, 5 കൊല്ലം കൂടുമ്പോഴോ 3 കൊല്ലം കൂടുമ്പോഴോ 4 കൊല്ലം കൂടുമ്പോഴോ ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു സന്തോഷം ഉണ്ടാവും. അത് നമ്മൾ എത്ര കാശ് കൊടുത്താലും കിട്ടിയാലും അത് കിട്ടില്ല, അത് അനുഭവിക്കാൻ പറ്റില്ല. അതൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് തോന്നുന്നു എനിക്ക്. ബിയോണ്ട് ഗ്ലാമർ ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും അതന്നെയാണ്. മണി അല്ല, കാശൊക്കെ എവിടെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇഫ് യു ഹാവ് സം മണി, ബൈ പ്രോപ്പർട്ടി ആൻഡ് കീപ് സെല്ലിങ് ഇറ്റ്, ഡു സംതിങ്, ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്. കാശുണ്ടാക്കാൻ കുറെ വഴികളുണ്ട്. അതിനെക്കാട്ടിലും ഒരു ഹൈ ആണ്. അപ്പോ അത് നമ്മൾ സത്യസന്ധമായിട്ട് ഒരു സാധനം ചെയ്ത് അത് വന്ന് അത് ആൾക്കാർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് അതിൽ പ്രധാനം. ഇപ്പൊ നമ്മളിപ്പോ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനൊരു കഥ എഴുതി വിചാരിക്കുക, ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് ആകാൻ വേണ്ടി ഞാനൊരു സാധനം ചെയ്തു, അത് ഹിറ്റുമായി, എനിക്ക് കാശും കിട്ടും. പക്ഷെ ഉള്ളില് എനിക്കറിയാം ഞാനൊരു ഫേക്ക് ആണ്. നമുക്ക് ആ ഒരു സന്തോഷം കിട്ടില്ല. എനിക്ക് ലെൻസിലോ തലൈക്കൂത്തലോ അല്ലെങ്കിൽ കേപ്പൂലോ കിട്ടിയത് സന്തോഷം അതിൽ കിട്ടി. ഇതിലൊന്നും കാശ് കിട്ടിയില്ല, പക്ഷെ ഇതിൽ കാശ് കിട്ടുമായിരിക്കാം, പക്ഷെ സന്തോഷം എനിക്ക് തോന്നുന്നില്ല. യുനോ, ഇപ്പോ തമിഴ്നാട് നമ്മള് ഹെഡിങ് ആസ് വി ആർ ടോക്കിംഗ് ഇറ്റ്സ് ഹെഡിങ് ടു എ ന്യൂ ലീഡർഷിപ്പ്. അതിനെ കുറിച്ച് എന്താണ് പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. എപ്പോഴും മാറ്റം നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പിന്നെ ഡെമോക്രസി എന്ന് പറയുന്നത് ഇതാണല്ലോ, ആർക്ക് വേണേ നിൽക്കാം, ആർക്ക് വേണേ ജയിക്കാം. എല്ലാവരും പറയും എക്സ്പീരിയൻസ് ഇല്ല, എന്താ പറയുക, അതാണ് ഇതാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ സത്യസന്ധമായിട്ട് നോക്കിയാൽ വാട്ട് ഇസ് ഡെമോക്രസി? എനിവൺ ക്യാൻ സേ ഐ can stand in election and the people can decide whom to vote and whom not to vote. And ആ ആൾക്കാരുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അപ്പം എന്താണോ അവർ ജയിക്കും. അത്രേ ഉള്ളൂ. ഇതിലിപ്പോ നമ്മൾ വളരെ അനലൈസ് ചെയ്ത് ബുദ്ധിപൂർവ്വം ഒന്നും ആർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. ജനറലി ഇറ്റ്സ് എൻ എമോഷൻ ബിക്കോസ് ഇറ്റ് കൺസേൺസ് പീപ്പിൾ. യുനോ, നമ്മൾ തിയറിറ്റിക്കലി കുറെ സംസാരിക്കാം. തമിഴ്നാട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച്. ഐ ഡോണ്ട് നോ, ഗുഡ് ഓർ ബാഡ്, ഓൺലി ദ ഫ്യൂച്ചർ വിൽ സേ. ഫ്യൂച്ചറിലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ സിനിമയ്ക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കാം തോന്നുന്നു. ഐ റിയലി ഹോപ്പ് സോ. കുറെ ചെറിയ സിനിമകളുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ. ബിക്കോസ് അവിടെ ഇപ്പൊ എല്ലാം വലിയ വലിയ സിനിമകൾക്കാണ് കുറെ തിയേറ്റേഴ്സും ഷോസ് ഒക്കെ കിട്ടുന്നത്. ഐ ഹോപ്പ് ലോട്ട് ഓഫ് സ്മോൾ ഫിലിംസ് ഓൾസോ ഗെറ്റ് ദാറ്റ് സ്പേസ്. ഗ്രേറ്റ്. ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വിട്ടുപോയിട്ടോ എന്ന് എനിക്കറിയില്ല. ഐ ഹോപ്പ് ലോട്ട് ഓഫ് പീപ്പിൾ വാച്ച് ഇറ്റ്. നമുക്ക് അതല്ലാണല്ലോ സന്തോഷം, കുറെ ആൾക്കാർ കാണുക എന്നുള്ളതാണല്ലോ. മലയാളികൾ കുറെ പേര് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിറയെ പേർക്ക് ഈ സിനിമ വന്നത് അറിയില്ല. സോ ഐ ഹോപ്പ് ദിസ് ഇന്റർവ്യൂ റീച്ചസ് മോർ പീപ്പിൾ ആൻഡ് പീപ്പിൾ വാച്ച് ദ ഫിലിം ഓൺ ആമസോൺ. അവിടെ എനിക്കൊരു ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കേണ്ടി വരും. കുറച്ച് ആളുകൾ കാണുള്ളൂ ഈ ചാനലൊക്കെ. That's fine. It does not matter. ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, സിരുതുള്ളി പെരുവെള്ളം എന്ന് പറയും. A small drop of water makes an ocean. So yeah. Thank you so much. Wonderful listening to you. And peak ആയിട്ടുള്ള ഒരു പ്രൈം ടൈം എനിക്ക് വേണ്ടിയാണ് ചോദിച്ചത്. Thank you so much. Looking ahead for your wonderful movies in theaters, and looking ahead for seeing you on screen. All the best. Thank you, Ashish. Thank you so much. Thank you so much. Thank you. Firing journey start with just one thought. See all the wonder that connection brought. Come on.